സ്വാഗതം തസ്നി ഖാൻ ആൻഡ് മാളവിക മേനോൻ. എന്തായാലും നമ്മൾ വിളിച്ചപ്പോൾ തന്നെ രണ്ടുപേരും തിരക്കുകളൊക്കെ മാറ്റിവെച്ച് നമ്മുടെ ഗ്രാൻഡ് മാജിക്കൽ സർക്കസിന്റെ വേദിയിലേക്ക് ഓടിയെത്തി. അതിന് ഒരുപാട് താങ്ക്സ് പറയാണ്. അറിയാലോ നമ്മുടെ ചിട്ടവട്ടങ്ങളൊക്കെ. അപ്പോൾ നിങ്ങളെ കാത്ത് അവിടെ ഹോട്ട് സീറ്റ് റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അവിടെ നിന്ന് നമുക്കിനി മാജിക്കും സർക്കസ് ഒക്കെ കണ്ട് ആസ്വദിച്ചാലോ? പിന്നെ മാജിക്കില്ലേ ഇന്ന്? വെറൈറ്റി ഇന്ന് മാജിക് ഇല്ലേ? ആ കിറ്റ് എടുത്തിട്ടില്ലേ? ആ പിന്നെ അപ്പൊ നമ്മളിത് പൊളിക്കും. അപ്പൊ മാജിക് ഉണ്ടാവും, തസ്നി ഖാന്റെ വക മാജിക് ഉണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അങ്ങോട്ടും ഒരു ട്രീറ്റ് തരും, അവിടെ നിന്ന് ഇങ്ങോട്ടും ട്രീറ്റ് തരും ഇടയ്ക്ക്. അപ്പൊ സ്വാഗതം. അയ്യോ അയ്യോ, ഞങ്ങളുടെ ചിരകാല സ്വപ്നം പൂവണിഞ്ഞ് മാസങ്ങളായിട്ട് പൂട്ടിയിട്ടിരുന്ന ബീവറേജും ബാറൊക്കെ തുറന്നേ. 1-ാം തീയതി മുതൽ ചേട്ടാ അവിടെ കിടന്ന് ഡാൻസ് കളിക്കരുത്. നീ ആടാ മിടുക്കൻ. ഇങ്ങോട്ട് കയറി വരികയാണല്ലോ. Come on everybody. എന്നാ പണിയാണ്? ഞാനൊന്ന് മൂത്ത് വഴിയായിരുന്നു. ചേട്ടാ ഇവിടെയാണോ കിടന്ന് ഡാൻസ് കളിക്കുന്നേ? ഞാൻ ഇവിടെ തമ്പാനൂർ സ്റ്റാൻഡിൽ കിടന്ന് ഡാൻസ് കളിച്ചാൽ അവിടെ 10-60 പേരല്ലേ കാണുള്ളൂ. ഇവിടെ ആകുമ്പം ലോകമെമ്പാടുമുള്ള മലയാളികൾ കാണും. എന്റെ സന്തോഷം മാലോകരെല്ലാവരും കേക്കട്ടോ. ദിവസേന വെള്ളോടിയാണല്ലേ? ബാഹുബലിയെ 2 പ്രാവശ്യം കണ്ടു. ദേവസേന വെള്ളം അടിക്കണ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ദേവസേന അല്ല ചേട്ടാ, കട്ടപ്പ ഇടയ്ക്ക് കട്ടൻ റം അടിക്കണുണ്ടോന്ന് എനിക്കൊരു സംശയമുണ്ട്. ചേട്ടാ ദിവസേന എല്ലാ ദിവസവും ഡെയിലി വെള്ളം അടിക്കാറില്ല. പിന്നെ നമ്മുടെ സഹോദരന്മാരുടെ കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ഞാൻ ചിലപ്പോൾ അടിച്ചെന്നിരിക്കും. സഹോദരന്മാരുടെ ചേട്ടൻ ഡെയിലി വെള്ളടിയാണെന്നാണല്ലോ കേട്ടെ. അങ്ങനെ ഉണ്ടാവും. കാരണം എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരന്മാരാണ്. ഇങ്ങനെ വന്ന സമയത്ത് എവിടെയെങ്കിലും കല്യാണം ഉണ്ടാവും, ഞാൻ അവിടെ പോയി അടിക്കാൻ തെറ്റാണോ? അല്ല, ഈ വിളിക്കാത്ത കല്യാണത്തിനൊക്കെ ചേട്ടൻ പോവോ? സഹോദരന്മാരെ സെപ്പറേറ്റ് വിളിക്കണോടാ? വേണോ? നിനക്ക് കൂടപ്രവചനാകലാത്തണോ നീ ഇങ്ങനെ പറഞ്ഞേ? നീ ഈ രാജ്യക്കാരനല്ലടാ. അതെ, പഞ്ചാബിയാണോ നീ? അല്ലല്ല, ഈ രാജ്യക്കാരൻ, ഇന്ത്യക്കാരൻ. ഇങ്ങനെ ഡെയിലി വെള്ളം അടിച്ച ലിവർ മാറ്റി വെക്കേണ്ടി വരും. അതിനാ ഇപ്പൊ ഇരിക്കുന്നവിടെ തന്നെ ഉറുമ്പിന്റെ ശല്യം വല്ലതും ഉണ്ട്? അതല്ല, ചേട്ടൻ ഇഞ്ചിഞ്ചായി മരിച്ചോണ്ടിരിക്കുക. എന്തിനാ ഞാൻ പെട്ടെന്ന് മരിക്കണേ? എനിക്ക് എന്നും വെള്ളം അടിച്ച് ആസ്വദിച്ച് ഇഞ്ചായിട്ട് മരിച്ചാൽ മതി. എന്നെ കൊന്നിട്ട് വേറെ എന്റെ സ്വത്തുക്കൾ തട്ടിയെടുക്കാനുള്ള വല്ല പരിപാടിയാണോ? ചേട്ടാ ഒരു ദിവസം എത്ര രൂപയ്ക്ക് ജോലി ചെയ്യും? ഞാൻ ഒരു ദിവസം 450 രൂപയ്ക്ക് ജോലി ചെയ്യും. എത്ര രൂപയ്ക്ക് വെള്ളം അടിക്കും? 450 രൂപയ്ക്ക് കുടിക്കും. ചേട്ടാ എത്ര കാലം തൊട്ട് തുടങ്ങിയതായത്? ഞാൻ പാലുകൂടി നിർത്തിയപ്പോ വെള്ളം കുടി തുടങ്ങിയതാ. അതിന് സംഭവം അച്ഛന്റെ അടുത്ത് അമ്മ പാല് മേടിക്കാൻ പൈസ കൊടുത്തു വിട്ടു. പുള്ളി ആ പൈസക്ക് പൈന്റ് മേടിച്ചോണ്ട് വന്നു. പിന്നെ ഞാനും അച്ഛനും ഒന്നിച്ചിരുന്ന് അടിയായി. ചേട്ടാ ഇത്രയും കാലം വെള്ളം അടിച്ച പൈസ ഉണ്ടായിരുന്നു, 450 രൂപ വെച്ച് ഡെയിലി അടിച്ച പൈസ ഉണ്ടായിരുന്നെങ്കിലേ ചേട്ടൻ ഇപ്പൊ മെർസിഡീസ് ബെൻസ് വാങ്ങിക്കായിരുന്നു. സീരിയസ് ആയിട്ട് കൂട്ടി നോക്ക്. ബെൻസ് മേടിക്കായിരുന്നു. നേരെ വെള്ളം അടിക്കോ? ഇല്ല. എന്നാ ബെൻസിന്റെ താക്കോലൊന്നും ബെൻസില്ല, ചുമ്മാ നിന്ന് അങ്ങ് തള്ളി മറയ്ക്കുമല്ലേ. മേത്രേത്ര പെന്റ് പോയിട്ട് ഹെർക്കുലീസിന്റെ ഒരു സൈക്കിൾ പോലും ഇല്ലേ പുള്ളിക്ക്? ചേട്ടാ ഇവിടെ നമ്മുടെ ഈ സ്റ്റേജില് കൊറേ അഭ്യാസികളൊക്കെയാണ് വരുന്നത്. എന്നെക്കാളും വലിയ അഭ്യാസം ഇവിടെ ഉണ്ടോടേ? ഉണ്ട് ചേട്ടാ, ഉണ്ട്. കാരണം ഇവിടെ വരുന്ന അഭ്യാസികൾ നല്ല കൃത്യനിഷ്ഠയുള്ള അഭ്യാസികളാ. എടാ, ഞങ്ങൾ കുടിയന്മാരുടെ അത്രയും കൃത്യനിഷ്ഠയുള്ള ആരെങ്കിലും ഉണ്ടോ ഈ ഭൂമിയിലുണ്ടോ? ഉണ്ടോ? നേരം വെളുത്ത് കറക്റ്റ് 9 മണി എന്ന സമയം ഉണ്ടെങ്കിൽ ബീവറേജിന്റെ മുമ്പിൽ ഞങ്ങൾ ഉണ്ടാവും. വൈകിട്ട് 9 മണി എന്നുള്ള സമയത്തിന് ഇപ്പുറം ഞങ്ങൾ സാധനം കരസ്ഥമാക്കി വീട്ടിലെത്തിയിട്ടുണ്ടാവും. അത്രയ്ക്ക് കൃത്യനിഷ്ഠമുള്ള ഏതവനാ ഈ ഫ്ലോറിൽ വരുന്നത്? അല്ല, നമ്മുടെ ഇവിടെ വരുന്ന പെർഫോമേഴ്സ് ഭയങ്കര കഠിനാധ്വാനികളാണ്. അതെ, കഠിനാധ്വാനികളാ ഇവിടെ വന്നവര്. ഒരു ദിവസം മൊത്തം എരിപൊരി വെയിലത്ത് 4 കിലോമീറ്റർ ക്യൂ നിന്ന് സാധനം മേടിക്കണതിന്റെ അത്രയും വേദനയും വിഷമം ഉണ്ടോ ഇവിടെ വന്ന് AC നിന്ന് പെർഫോം ചെയ്യണോന്ന്? ചേട്ടാ പക്ഷെ ഇവിടെ വരുന്ന അഭ്യാസികളുണ്ടല്ലോ, പുതിയത് കണ്ടെത്തുന്നവരാണ്. കണ്ടെത്തും. ഞങ്ങളുടെ കണ്ടെത്തലിന് മുമ്പിൽ ഉമ്മര കണ്ടെത്തലൊന്നുമല്ല.
അങ്ങനെ പറയരുത്. കഴിഞ്ഞ ദിവസം നാഷണൽ ഹൈവേയുടെ അടുത്ത് കണ്ട കുഗ്രാമത്തെ കൊണ്ടെന്ന് വെച്ചാൽ ബീവറേജ് ഞങ്ങൾ ആരോടും ചോദിക്കാതെ പോയി കണ്ടുപിടിച്ചില്ലേ? അതിനും വലിയ കണ്ടുപിടുത്തമുണ്ടോ ഇവന്മാരെ കണ്ടുപിടിക്കണേ? വിഷമമുണ്ട് ഇതൊക്കെ പറയാൻ. അതല്ല, നമ്മുടെ ഇവിടുത്തെ ഏറ്റവും എന്താ പറയാ, എല്ലാവരും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ബാലൻസിങ് ആക്ട് ആണ്. ബാലൻസിങ് അത് ഇത്രയും നമ്മുടെ ഇവിടെ വരുന്ന അഭ്യാസികളെ പോലെ ബാലൻസിങ് ഉള്ള നിങ്ങൾ കുടിയന്മാർക്ക് എന്തെങ്കിലും ബാലൻസ് ഉണ്ടോ? ബാലൻസ് ഉണ്ടോന്ന് ഇങ്ങനെ ആടിയല്ലേ നിൽക്കുന്നേ, എന്തെങ്കിലും ബാലൻസ് ഉണ്ടോ? ഐസിന്റെ തണുപ്പത്തിലടാ മൈനസ് ഡിഗ്രിയാ. അതുപോലത്തെ 2 ബിയർ സ്വതന്ത്രനായിട്ട് അരയിൽ വെച്ച് സൈക്കിളിംഗ് ചവിട്ടി 3 കിലോമീറ്റർ പോയി അവിടെ ഇരിക്കുന്ന അടിക്കണേന്റെ ബാലൻസിങ് ഇവിടെ ഉള്ളവന്മാർക്ക് ഉണ്ടോ? പട്ടി കടിച്ചാൽ പോലും അറിയില്ല, പട്ടി കടിച്ചാൽ പോലും. എന്നിട്ട് ബാലൻസിങ് ആണത്രേ, ബാലൻസിങ്. ചേട്ടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, സമാധാനമായിട്ട് കേൾക്കണം. നിങ്ങളെക്കാളും വലിയൊരു കുടിയൻ ഇവിടെ ഉണ്ടായിരുന്നു, ഇവിടുത്തെ കുക്കായിരുന്നു. എനിക്കൊരു കൂട്ടുകാരനെ കിട്ടി. അപ്പോ അദ്ദേഹത്തിന്റെ ഈ കുടിയുണ്ടല്ലോ ചികിത്സിച്ച് മാറ്റിയ നല്ലൊരു ഡോക്ടർ ഉണ്ട്, ഗോപു ഡോക്ടർ. ആരവൻ? കൂട്ടുകാരന്റെ ഭാവി തകർത്തവൻ എവിടെ? അല്ലല്ല, പുള്ളിയെ കാണിച്ചു തരാം. പുള്ളി കാണണ്ടേ? എനിക്ക് അവനെ നിങ്ങൾ കണ്ടാൽ നിങ്ങൾ നല്ലവനാവും. ആണോ? അവനെ കാണണം, അവനെ കണ്ടിട്ട് വേണം എനിക്ക് നല്ലവനാവാൻ. എവിടെയവൻ വരും? ഇപ്പൊ വരും, ഗോപു ഡോക്ടർ വരും. വെയിറ്റ് ചെയ്യും, നമ്മുടെ പെർഫോമൻസ് ഒന്ന് കഴിഞ്ഞോട്ടെ. ഗോപു ഡോക്ടർ വരുമ്പോഴത്തേക്ക് നമുക്ക് കാണാം. ഗോപു ഡോക്ടർ അതിലെ വന്ന് ഏത് വഴി കൂടെ പുള്ളി വരും. അപ്പൊ ഞാൻ വിരിഞ്ഞു നിൽക്കണമെന്നാണോ നീ പറയുന്നേ? എന്നാ ശരി, ഞാൻ വിരിഞ്ഞു നിൽക്കാം. അടുത്തതായി വേദിയിലേക്ക് വരാൻ പോകുന്നത് എൻ്റെ ഒരു ഗുരുനാഥനാണ്, മജീഷ്യൻ രാജമൂർത്തി. നമുക്ക് അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. അദ്ദേഹം ഇന്ന് അവതരിപ്പിക്കുന്ന ആക്ടിന്റെ പ്രത്യേകത ക്ലോസപ്പ് മാജിക് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. ശരിക്കും പഠിച്ചെടുക്കാൻ തെസ്നി ഖാന് വ്യക്തമായിട്ട് അറിയാം. ക്ലോസപ്പ് മാജിക് ആണ് ഈ മാജിക്കൽ കാറ്റഗറിയിൽ ഏറ്റവും പ്രയാസപ്പെട്ട് പഠിക്കുന്നത്. ഒരുപാട് നാളത്തെ നിരന്തരമായ അധ്വാനം കൊണ്ടാണ് ആ കല സ്വായത്തമാക്കിയെടുക്കേണ്ടത്. അങ്ങനെയുള്ള ക്ലോസപ്പ് മാജിക്കുമായിട്ടാണ് ഇന്ന് രാജമൂർത്തി സാർ നമ്മളേക്ക് ഞെട്ടിക്കാൻ എത്തുന്നത്. സ്വാഗതം ചെയ്യുന്നു മജീഷ്യൻ രാജമൂർത്തി. Sometimes, the beauty of magic is its simplicity. ഇത് കലേഷിൻ്റെ ഫേവറേറ്റ് മാജിക് ആണ്, certainly one of my favorite. ഇത് എൻ്റെ ഫേവറേറ്റ് ആവാൻ ഒരു റീസൺ ഉണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഇറ്റ്സ് എ സിംപ്ലിസിറ്റി ഓഫ് ഇറ്റ്. വി ഓൾ നോ വാട്ട് എ പീസ് ഓഫ് റോപ്പ് ഇസ്. നമ്മൾ ലോകത്ത് എവിടെ ചെല്ലുകയാണെങ്കിലും ഒരു റോപ്പിനൊരു പ്രത്യേകതയുള്ളത്, ഇറ്റ് ഓൾവേസ് ഹാസ് ഗോട്ട് 2 ends and 1 middle. നമ്മൾ അതിനാണ് സാധാരണ കയറെന്ന് പറയുന്നത് അല്ലേ, 2 ends and 1 middle. ബട്ട് ദാറ്റ്സ് എ യൂഷ്വൽ ഡെഫിനിഷൻ ഫോർ എ റോപ്പ്. മൈ ക്വസ്റ്റ്യൻ ഇസ്, നമ്മൾ 2 എൻഡും 1 മിഡിലും ഉള്ള ഒന്ന് നമ്മൾ റോപ്പ് എന്ന് പറയുന്നുണ്ടെങ്കിൽ വാട്ട് വുഡ് യു കോൾ ദാറ്റ്? ഇവിടെ ഇരിക്കുന്ന എല്ലാവരും എന്നെ പോലെയാണ് കേട്ടോ. ഈ മാജിക് ആദ്യം കാണുന്ന സമയത്ത് കൈയടിക്കാൻ ഞാനും മറന്നുപോയതാ. താങ്ക് യു. പ്ലീസ് ഡോണ്ട് സ്റ്റോപ്പ്. ലൗഡർ പ്ലീസ്. താങ്ക് യു. Obviously, you would call it an endless piece of rope. ഒരു എൻഡില്ലാത്തൊരു പീസ് ഓഫ് റോപ്പ്, റൈറ്റ്? അതിന് കാരണം നോക്കുകയാണെങ്കിൽ ഇവിടെ എൻഡില്ലാത്ത ഒരു റോപ്പ് ഉണ്ടാവും, ഇവിടെ നോക്കുകയാണെങ്കിൽ റോപ്പ് ഇല്ലാത്ത 2 എൻഡും ഉണ്ടാവും. Like whenever I need the rope back, trust me, all I have to do is get the ends from there, keep it over here like this, give it a twist or 2. കലേഷ് എപ്പോഴും പറയാറുള്ള മാജിക് വേർഡ്സ് ഉണ്ട്. Can you say that? സത്യം പറഞ്ഞാൽ അതിന്റെ അർത്ഥം എനിക്ക് ഇപ്പോഴും അറിയില്ല. But every time ആരെങ്കിലും ആ മാജിക് വേർഡ് പറയുമ്പോൾ something really magical happens, just like that. This is my favorite part. ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്രാവശ്യം like I have to tie a knot, വളരെ stronger knot. ബട്ട് എന്ത് പറ്റിയെന്ന് വെച്ചാൽ എൻ്റെ ധൃതിയിൽ I actually forgot my scissors. ഞാൻ കത്രി എടുക്കാൻ മറന്നുപോയി. But being a magician has this advantage. I can actually use my imagination to create a scissor like that. And if I cut it, 2 equal pieces. Okay. I'm sorry. ചെറിയൊരു അബദ്ധം പറ്റി. എന്ത് പറ്റിയെന്ന് വെച്ചാൽ I actually wanted 2 equal pieces. കട്ട് ചെയ്തപ്പോൾ ഒന്നിന് ലെങ്ത് കൂടുതലായി ഒരു അല്പം. It's okay, like, as I said, I'm a magician, I can always fix it. Don't blink, okay? കണ്ണടയ്ക്കരുത്. Watch closely. 2 pieces of ropes, 4 ends all together. 3, 2 and 1 in mid-air, they fuse together and become one again. This, trust me, is my favorite part, where I actually take the ends there. The end നമ്മൾ ഇവിടെ എടുത്തു, and the middle goes right here. Watch. നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ 2 എൻഡിനെയും if I squeeze it like this, it goes into the hand, and the ends go into the pocket right there, just like that, and they stay there very safe.
പക്ഷെ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഓൺലി ഫോർ 1 second, ബിക്കോസ് 1 snap ഒരെൻ്റെ നേരെ ഇവിടെ വന്നിട്ടുണ്ടാവും. And one more snap, the next one comes here. Technically that means the middle is in the pocket. Okay. ഇത് കാണുമ്പോൾ പലർക്കും ഒരു സംശയം എന്ന് വെച്ചാൽ ലൈക്ക് ഇസ് ഇറ്റ് കൈൻഡ് ഓഫ് സ്പെഷ്യൽ റോപ്പ്, മാജിക് റോപ്പ് എന്തെങ്കിലും ആണോ? ഇഫ് യു ഡോണ്ട് മൈൻഡ് ഐ കം ടു യു. ഒന്ന് പിടിക്കാം. യു സർ ഗോ ഓൺ, ചെക്ക് ഇറ്റ്. Is it strong? Yeah, one piece of rope. Thank you so much. Okay. Okay. Happy, Kailash? One more. ഒരു ക്ലോസ്-അപ്പ് മാജിക് കൂടെ ചെയ്യാമെന്ന് പ്രോമിസ് ചെയ്തിരുന്നു അല്ലേ? But actually want the company of 3 lovely ladies here to join me. If you don't mind, can you? Sure. Thank you so much. First of all, thank you so much for coming. All right? Okay. ഇത് ശരിക്കും പറഞ്ഞാൽ one of my favorite close-up magic. And for this, please allow me to kind of introduce to you Okay. my 52 friends. Okay? Okay. And these are my 52 friends. One good look at them. That's it. All right? Okay. There we go. Okay. And ആദ്യം ചെയ്യേണ്ടത് we need to select ഒരു 3 കാർഡ് ഇതിനകത്ത് സെലക്ട് ചെയ്യാനുണ്ട്. സ്റ്റാർട്ടിങ് ഫ്രം യു പ്ലീസ്. ഏതെങ്കിലും ഒരു കാർഡ് എടുക്കാം. And you can take one and you also ഏതെങ്കിലും ഫ്രീ ചോയ്സ് ഏതെങ്കിലും ഒരു കാർഡ് എടുത്തോളൂ. Anyone. ഏതെങ്കിലും കാർഡ് എടുത്തോളൂ പ്ലീസ്. ഗുഡ്, പെർഫെക്റ്റ്. ഒരു കാര്യം കൂടെ ചെയ്യേണ്ടത്, ഐ വോണ്ട് യു ഈ കാർഡിൻ്റെ ഫേസിലായിട്ട് വലിയ അക്ഷരത്തിൽ റൈറ്റ് ഓവർ ദ ഫേസ്, അതിൻ്റെ ഫേസിൽ പേരോ ഇനിഷ്യലോ എന്തെങ്കിലും ആ കാർഡ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട്, ടു മേക്ക് ഇറ്റ് വെരി യുണീക്ക്. Okay. ഓക്കെ, എന്താ പറ്റുമെന്ന് വെച്ചാൽ ചിലപ്പോൾ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കാർഡ് വേറെ ഉണ്ടെന്നുണ്ടെങ്കിൽ, Okay. ബട്ട് വൺസ് യു പുട്ട് യുവർ നെയിം ഓൺ ഇറ്റ്, ലൈക്ക് ഇറ്റ് ബിക്കംസ് വെരി യുണീക്ക്. ഓക്കെ, Okay. പേന അങ്ങോട്ട് കൊടുക്കാം. Okay, just put your name on it. Okay, the pen goes to you. Yes. Put your name. Lovely. Perfect. Okay, കാർഡ് എല്ലാം കാണിക്കണ്ട, ഓർത്തിരിക്കണം. Yeah. ഈവൻ ഇപ്പോൾ കാർഡ് പേര് ഓർമ്മയില്ലെങ്കിലും കുഴപ്പമില്ല, ബിക്കോസ് 3 പേരുടെയും ഇനിഷ്യൽസ് അതിലുണ്ട്, റൈറ്റ്? Yes. Okay, the pen goes back. And one more thing, very important, rubber bands. Good. Okay. 3 ബാൻഡ് ഉണ്ട്, അത് അവിടെ ഇരിക്കട്ടെ. ഫസ്റ്റ് ഓഫ് ഓൾ, I'll take your card back. On തരാം. ഒരു പാക്ക് എല്ലാം ഡിഫറെൻ്റ് ആണ് അല്ലേ? ഒരു പാക്കിനകത്ത് 52 കാർഡ്സ് ഉണ്ട്, എല്ലാം ഡിഫറെൻ്റ് ആണ്. അതെ, correct. ഇപ്പോൾ 52 49 ഇവിടെ ഉള്ളൂ. 3 കാർഡ്സ് ഇവിടെ ഉണ്ട്, റൈറ്റ്? I'll take your card. Thank you. One card goes back there. Your card goes somewhere there. Okay. Your card നമുക്ക് എവിടെയെങ്കിലും, let's say keep it somewhere here. Okay. Most important, 3 പേരുടെ കാർഡ്സ് 3 ഡിഫറെൻറ്റ് പ്ലേസിലായിരിക്കണം അതെ. അല്ലേ? That's very important. And please take one rubber band. Anyone. Okay. എടുക്കാം. Okay, keep it in your hand, it's very important. Okay, Okay, that's okay. your rubber band. Okay, don't lose it. Now all right, simple. Like what we'll do is we kind of push all the cards inside, kind of give it a shuffle, mix it up like this. Done. Perfect. ഇപ്പോൾ 3 പേരുടെ കാർഡ്സ് നമ്മൾ ഡെക്കിനകത്ത് വെച്ചു, മിക്സ് ചെയ്തു, റൈറ്റ്? Yeah, okay. And you remember your card അല്ലേ? പേര് കാർഡ് ഓർമ്മയുണ്ടല്ലോ. Good. Let's try something. ആ റബ്ബർ ബാൻഡ് തരാം. All right, watch this. See, I'll put the band over the deck like that. ഇങ്ങനെ വെച്ചു. ഓക്കെ, ഇപ്പോൾ ഡെക്കിൽ ചുറ്റി റബ്ബർ ബാൻഡ് വെച്ചിട്ടുണ്ട്. Yes. ഈ ഡെക്കിനകത്ത് എവിടെയോ യുവർ കാർഡ് ഇസ് ദേ, അതിനകത്ത് പേര് എഴുതിയിട്ടുണ്ട്. What happens is one snap, the rubber band disappears. Okay. Okay, and the deck literally becomes free. Okay, പക്ഷേ നോക്കുകയാണെങ്കിൽ ആ റബ്ബർ ബാൻഡ് കംപ്ലീറ്റ് ആയിട്ട് ഡിസപ്പിയർ ചെയ്തിട്ടുണ്ടാവില്ല. ഇറ്റ്സ് റൈറ്റ് there on top of one card. On top of one card, right there, which I believe is your card. Oh my God. Thank you. Thank you. That's one down. 2 more to go. All right, then do it. You remember your card, right? Yeah. Hold on to it, don't forget. And you remember your card? Yes. Good. Let's try something. Let's give it a quick cut like this. And rubber band on that out, please. Okay. Thank you. There we go. One band. One more time. Around the deck. ഇപ്രാവശ്യം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഡെക്ക് എൻറ്റയർ ആയിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് സെക്യൂർ ആക്കാനായിട്ട്, സോ ദാറ്റ് ഇതിനകത്ത് ഒരു എന്താ പറയുക, എല്ലാ കാർഡ്സും ശരിക്കും ടൈറ്റ് ആയിട്ട് അതിനകത്ത് ഇരിക്കണം. സോ വിൽ പുട്ട് ദ ബാൻഡ് അറൗണ്ട് ദ ഡെക്ക്, ഗിവ് ഇറ്റ് എ കട്ട് ആൻഡ് ക്ലോസ് ഇറ്റ് ലൈക്ക് ദിസ്. ഓക്കെ, Okay. കാർഡ് ഓർമ്മയുണ്ടല്ലോ? Definitely. ഓക്കെ, ഐ വോണ്ട് ടു തിങ്ക് അബൌട്ട് ഇറ്റ്. ആ കാർഡ് മനസ്സിലാലോചിക്കണം. Okay. കീപ് തിങ്കിങ് അബൌട്ട് ഇറ്റ്. Yeah. ഇവിടെ നോക്കണം കേട്ടോ. തിങ്ക് അബൌട്ട് യുവർ കാർഡ്. Yes. നൗ one card comes out. Yes. Okay. ഒരു കാർഡിന് അത് പുറത്ത് വന്നിട്ടുണ്ടാവും. ഇഫ് യു റിമൂവ് ദ ബാൻഡ് ആൻഡ് ഹാവ് എ ലുക്ക് അറ്റ് ദ കാർഡ്,
I believe that's yours. ശ്രിത. Yeah? Okay. 2 down. 1 more to go. Your card. All right? Other ending card. And you still have the rubber band. It's very precious. Yeah. Okay. I'll take that from you. Watch. One more time. You know, like I'll just put it around like this, around the entire deck. Ready or no? Yeah. Card മനസ്സിലാലോചിക്കാമോ? Think about the color. Yeah. Okay. And the number or value, whatever it is. Okay. Okay. I'll lock it. എല്ലാം ശരിക്കും നമ്മൾ കയ്യിൽ ലോക്ക് ചെയ്ത് വെച്ചു. Okay. റിമെമ്പർ നമ്മളിപ്പോൾ ഡെക്കിൽ 2 വർഷം റബ്ബർ ബാൻഡ് ഇട്ടു, അതിനകത്ത് എവിടെയോ കാർഡ് ഉണ്ട്, റൈറ്റ്? ബട്ട് വൺ സ്നാപ്പ്, വൺ കാർഡ്, യുവർ കാർഡ് becomes free, comes to the top. How are you doing this? Very carefully, thank you. Possible. Really cool. Thank you so much. Awesome. Thank you. മൂർത്തി സാർ 2 റബ്ബർ ബാൻഡ് അവിടെ ഉണ്ടല്ലോ. ആ. ആ റബ്ബർ ബാൻഡ് വെച്ചിട്ടുള്ള മാജിക് കൂടെ അവർക്കൊന്ന് കാണിച്ചു പ്ലീസ്. മറ്റോ അതോ? ആ. ഓക്കെ. സി 2 റബ്ബർ ബാൻഡ് ഉണ്ട്. വൺ ഗോസ് ഇൻസൈഡ് ദ അതർ. ഒന്നിന്റെ താഴെയായിട്ട് വെച്ചു. Okay. ഇതിപ്പം 2 ലോക്ക്ഡ് ആണ്. Yes. അല്ലേ? 2 സോളിഡ് ആണ്. ഒരു കാരണവശാലും സോളിഡ് മറ്റൊരു സോളിഡ് കൂടെ പാസ് ചെയ്ത് പോകില്ല. അതെ. I can't slide it out. Okay. അല്ലേ? And there's no way I can pull it out also. But watch, if I move in circles, നടുവിലെത്തുമ്പോൾ they actually melt right out of each other like that. One sec. What happened now? Okay, you want to see it again? Yeah. Yeah. I Okay, really want to. mic താഴെ വെക്കൂ. Probably ഇവിടെ വരാണെങ്കിൽ കുറച്ച് നന്നായിട്ട് കാണാം. Come to this side. Okay. Okay? And okay, in your hand, കൈ ഇങ്ങനെ വെക്കാം. Then like this. Perfect. Good. One band, ഒരു band അവിടെയുണ്ട്. Okay? Hold on to it. Don't lose it. One is with me. Okay. Yeah, fine. ഇങ്ങനെ വെച്ചോളൂ. Yeah, fine. Good. Watch. One band is with you. എൻ്റെ കയ്യിലൊരു band ഉണ്ട്. What I'll do is, I'll drop this inside. Now, ഇത് ശരിക്കും ഉള്ളിൽ തന്നെയാണ് അല്ലേ? അതെ. That's really inside. Yes. I'm not cheating. Yeah. Not yet. Okay. Watch. 3 possibilities ആണ്. That's the first way, that's the second way, and that's the third way. Okay. പക്ഷേ 3 വഴിയും വരില്ല because ഇവിടെ ഒരു വിരല് block അതെ, ഉണ്ട്. definitely. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു വിരലിന്റെ ബ്ലോക്ക് ഉണ്ട്. Yes. ഇവിടെയാണെങ്കിൽ 2 റബ്ബർ ബാൻഡ് ബ്ലോക്ക് ചെയ്തിട്ട് ഇങ്ങോട്ടും വരില്ല. Right? Yes. Watch. If you move in circles, comes out. Thank you again. Hope you enjoyed that. തസ്നിഖാൻ ഒരു മാജിക് ചെറുത് ചെയ്യാം. എന്തെങ്കിലും ഹെൽപ്പ് സ്മോൾ മാജിക്, വളരെ സിമ്പിൾ മാജിക് ആണത്. Okay. ഓക്കെ, ഇത് ഭവ്യത കൊണ്ട് പറയുന്നതാണ് കേട്ടോ. അതെ നേരത്തെ നമ്മളെ വന്ന് ഞെട്ടിച്ചിട്ട് സിമ്പിൾ മാജിക് ആണ് സിമ്പിൾ മാജിക് ആണ് വളരെ എനിക്ക് 2 കോയിൻ വേണം. 1 റുപ്പി കോയിൻ. 1 രൂപയുടെ കോയിൻ ഉണ്ട് ആരെങ്കിലും കയ്യില്? ഇപ്പൊ 2 കോയിൻ ഞാൻ ഓഡിയൻസിൽ നിന്ന് വാങ്ങിച്ചിരിക്കുകയാണ്. ഇത് ചെറിയൊരു സിമ്പിൾ മാജിക്കാണ്, പക്ഷെ മജീഷ്യൻ്റെ മുമ്പ് നിന്ന് കാണിക്കാന്ന് പറയുമ്പം അവർക്കൊക്കെ അറിയാവുന്നതായിരിക്കും. പക്ഷെ ഞാൻ നമ്മുടെ കുട്ടികൾക്കും ഓഡിയൻസിനും വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഈ കോയിൻ വെച്ച് നമ്മൾ ഈ കോയിനെ കൊണ്ട് നമ്മൾ മറ്റേ കോയിൻ അനുസരിപ്പിക്കുക അല്ലേ? സർ കണ്ടിട്ടുണ്ടോ ഈ മാജിക്ക്? സാറിന് അറിയാൻ പറ്റും? ഇല്ല എന്ന് പറയാണ്. നമുക്ക് നോക്കാം. എൻ്റെ കയ്യിലൊന്നുമില്ല. ഞാനിതെടുത്ത് ഈ കോയിൻ എടുത്ത് എൻ്റെ 2 വിരലിൻ്റെ ഇടയിലേക്ക് ഞാനിങ്ങനെ കോയിൻ വെച്ചിരിക്കുകയാണ്. കണ്ടല്ലോ? അടുത്ത കോയിൻ 1 2 3 നോക്കാം. ആർക്ക് വേണമെങ്കിലും വന്നൊന്ന് ചെക്ക് ചെയ്യാം. കാന്തം എന്നൊക്കെ വിചാരിക്കും ചിലവർ. ഞാൻ ഓഡിയൻസിൽ നിന്ന് വാങ്ങിച്ച കാശാണ്. ഓഡിയൻസിൽ നിന്ന് ആർക്കെങ്കിലും ചെക്ക് ചെയ്യണോ? കാണാൻ പറ്റുന്നില്ല നിങ്ങൾക്ക്? ഒരു കോയിനിൽ ഹാങ് ചെയ്തിട്ട് അടുത്ത Look at that. നമുക്ക് എല്ലാവർക്കും അറിയാം കോയിനിൽ മാഗ്നറ്റിക് പവർ ഒന്നുമില്ല എന്ന്. അപ്പൊ ഇതെങ്ങനെ, എന്താണ് സംഭവം ചേച്ചി? അതാണ് മാജിക്.